ഇതെന്താണെന്നറിയാമോ? ഇതാണ് നമ്മളുടെ ബീഫ് അച്ചാർ. അതിൻ്റെ 2 കഷ്ണമൊക്കെയാണ്. ഇനി എന്നിട്ട് അമര പയർ തോരൻ, അമരയ്ക്ക. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞു വീഡിയോ, ചോറ്റുപാത്ര വീഡിയോ. അമരപ്പയർ തോരനും ബീഫ് അച്ചാറും. ഇനി ചോറ് വിളമ്പി തരുമോ? ചോറ് വിളമ്പുകയാണ്. ഇന്നലെ രഞ്ജിനി പറഞ്ഞതുപോലെ ആവശ്യത്തിന് ചോറ് ഉച്ചയ്ക്ക് കഴിക്കും, പിന്നെ കഴിക്കത്തില്ല. പലരും ഇന്നലെ ഇട്ട അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. സിന്ധു, രഞ്ജിനിയൊക്കെ. നമ്മളെപ്പോലെ വീൽ ചെയറിലിരിക്കുന്ന ആൾക്കാർ കഴിക്കുമ്പോൾ കുറേശ്ശെ കഴിക്കും, തടി കൂടിപ്പോയി, ഇത് കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടാ. ഇത് സാമ്പാർ, ഇത് ചാളക്കറി, ഇത് അമരപ്പയർ തോരൻ, ഇത് ബീഫ് അച്ചാർ. ഇതാണ് ഇന്നത്തെ ചോറ്റ് പാത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ കഴിച്ചിട്ട് മാത്രമല്ല, വ്യായാമം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കുമെന്ന് കരുതുമ്പോൾ. പിന്നെ ഒരാളെ ചോദിച്ചു എന്നും ചോറ്റുപാത്രമേ ഉള്ളോ എന്ന്. എന്തെല്ലാം വ്യത്യസ്തമായ വീഡിയോകളിടുന്നു, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അവരടുത്ത് ചൊറിയാൻ വേണ്ടി ചിലർ വരും. ചൊറിയാൻ വേണ്ടി മാത്രം. നല്ല ചൂട് മീൻകറിയാണേ. ഓഹോ. ചാളമീനാണ്. ബീഫ് അച്ചാറിൻ്റെ ഒരു കഷ്ണം കണ്ടോ? ഇതെടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങനെ കടിക്കാം. നല്ല രസമുണ്ട്. ബീഫ് അച്ചാറൊക്കെ ഒരു 3 മാസത്തിന് അപ്പുറം ഇരിക്കൂല. പക്ഷേ അടിപൊളി ടേസ്റ്റാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്പർ കൊടുത്തേക്കാം. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നമ്മൾ അയക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോറ്റുപാത്രം. അപ്പോൾ എല്ലാവരും വന്നാൽ കഴിക്കാം, കഴിച്ചിട്ട് പോകാം. ഒരുപാട് സ്നേഹം.